നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. കൃഷ്ണകുമാറിന്റെ മക്കളിൽ മൂത്തയാളാണ് അഹാന കൃഷ്ണ. പേരന്റിംഗ് പഠിച്ചത് അമ്മുവിലൂടെയാണെന്ന് കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കുഞ്ഞുങ്ങളെ നോക്കുന്നതോ ഭക്ഷണം കൊടുക്കുന്നതോ എങ്ങനെ ഒരു കാര്യവും അറിയില്ലായിരുന്നു. നിസ്സാര കാര്യങ്ങൾ വരെ ടെൻഷൻ അടിച്ച് ആശുപത്രിയിലേക്ക് പോകുമായിരുന്നു അന്ന്. പറയുന്നതെല്ലാം അനുസരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അഹാനയുടേത്. കൊടുക്കുന്ന ഭക്ഷണമെല്ലാം കൃത്യമായി കഴിക്കുമായിരുന്നു. നല്ല ചബ്ബിയായിരുന്നു അന്ന്. പുറത്തൊക്കെ പോയാലും വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം ചോദിച്ചു കഴിക്കുന്ന പ്രകൃതമായിരുന്നു. വീട്ടിലും കുടുംബത്തിലും എല്ലാം സ്റ്റാറായി നിൽക്കുന്ന കാലമായിരുന്നു അന്നായിരുന്നു ദിയ കൃഷ്ണയുടെയും ജനനം. തുടക്കത്തിൽ അനിയത്തിയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അഹാനയ്ക്ക്. ഉപദ്രവിക്കാനൊക്കെ നോക്കുമായിരുന്നു എന്ന് സിന്ധു കൃഷ്ണ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴിതാ അഹാനയെക്കുറിച്ച് ദിയ പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും ചർച്ചയായി മാറിയിരിക്കുന്നത്. വീട്ടിൽ അമ്മുവുമായി ഏറ്റവും കൂടുതൽ അടിയുണ്ടാക്കിയിട്ടുള്ളതും ഉണ്ടാക്കുന്നതും ഞാനാണെന്നായിരുന്നു ദിയ പറഞ്ഞത്. ജനിച്ചു വീണപ്പോൾ തന്നെ കുട വെച്ച് എന്റെ തലയിൽ അടിച്ചിരുന്നു. അറ്റൻഷൻ പെട്ടെന്ന് കിട്ടാതായപ്പോഴുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു. കാരണം വീട്ടിലെ സ്റ്റാർ ആയിരുന്നല്ലോ. എന്റെ വീട് അപ്പുവിന്റെ സിനിമയിൽ മരുന്നെടുത്ത് അടിക്കുന്നുണ്ടല്ലോ, അതിന് പകരമായി കുട കൊണ്ട് അടിച്ചു, അത്രമാത്രം. അമ്മുവിനെ അന്ന് ജുവനൈൽ ജയിലിന് അകത്ത് കൊണ്ടുപോയില്ല. വീട്ടുകാർ അവളെ മുറിക്കകത്ത് പൂട്ടിയിടുകയായിരുന്നു. ആ മുറി ഒരു ജുവനൈൽ ജയിലാക്കി മാറ്റുകയായിരുന്നു. അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു എന്നായിരുന്നു ദിയ പറഞ്ഞത്. അഹാനേക്കാളും നല്ല ക്യാരക്ടറാണ് ദിയയുടേതെന്നും ഓപ്പൺ മൈൻഡ് ആണെന്നുമായിരുന്നു വീഡിയോയുടെ താഴെ കമന്റുകളായി വന്നുകൊണ്ടിരുന്നത്. അഹാനയുടെയും എക്സ്പ്രഷൻ കണ്ടാൽ തോന്നും ഇതൊക്കെ ചെയ്തത് ദിയയാണ് എന്ന്. അഹാന അറ്റൻഷൻ സീക്കറാണ്. വീട്ടുകാർ അഹാനയ്ക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നതിൽ മറ്റുള്ളവർ നേരത്തെ തന്നെ എതിർപ്പ് കാണിച്ചിട്ടുള്ള കാര്യമാണ്. വ്ലോഗിലൂടെയായി സിന്ധു കൃഷ്ണ തന്നെ ഇതേക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിരുന്നുവെന്നും കമന്റുകൾ വരുന്നുണ്ട്. നിരവധി പേരായിരുന്നു വീഡിയോയുടെ താഴെയായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് എത്തിയിരുന്നത്. വ്ലോഗിൽ കാണുന്നത് പോലൊരു ആളെയല്ല അഹാനയെന്നും ലൈഫിലും അഭിനയിക്കുന്ന ആളാണെന്നുമുള്ള വിമർശനങ്ങളും നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. അഹാന കൃഷ്ണയും സിന്ധു കൃഷ്ണയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ്. സിന്ധു കൃഷ്ണയുടെ സഹോദരിയുടെ മകൾ തന്വിയുടെ ഒരു വ്ലോഗിലൂടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നതിനിടെ ഇക്കാര്യത്തിൽ ആദ്യമായി പ്രതികരിച്ച് സിന്ധു കൃഷ്ണ കഴിഞ്ഞ ദിവസം രംഗത്ത് എത്തിയിരുന്നു. എല്ലാ വീട്ടിലും ഒരു അമ്മു വേണോ എന്ന ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും തന്റെ ജീവിതത്തിൽ എന്തായാലും ഒരു അമ്മു വേണമെന്നും സിന്ധു പ്രതികരിച്ചിരുന്നു. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ട്രാൻസ്ജെൻഡറും ബിഗ് ബോസ് മുൻ മത്സരാർത്ഥിയുമായ സോഷ്യൽ മീഡിയ താരവുമായ നാദിറ മെഹ്റിൻ. ഇതു സംബന്ധിച്ച് ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പ്രതികരിക്കുകയായിരുന്നു താരം. അഹാനയുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നാട്ടുകാർ അറിയണം എന്നുള്ളത് അഹാനയുടെ ആവശ്യമായിരുന്നു. അഹാനയുടെ കുടുംബത്തിനും ആ ആവശ്യം ഉണ്ടായിരുന്നു. അഹാനയ്ക്കെതിരെ ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള കമന്റുകൾ വരുന്നത്. ആ കമന്റുകൾക്കെല്ലാം മറുപടി കൊടുത്ത് ആ കുടുംബത്തിന്റെ ഫ്രെയിമിനെ തന്നെ നശിപ്പിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ കുടുംബത്തിന് ഒരു സൗന്ദര്യമുണ്ടായിരുന്നു. ആ സൗന്ദര്യം നശിപ്പിച്ചത് ഈ മക്കൾ തന്നെയാണ്. മുത്തശ്ശിയാണ്, പ്രായമായ സ്ത്രീയാണ്. അവർക്ക് അവരുടേതായ പരിമിതികളും പോരായ്മകളും ഉണ്ട്. ആ പോരായ്മകൾ മനസ്സിലാക്കി പെരുമാറേണ്ടത് അഹാനയായിരുന്നു. വിദ്യാഭ്യാസം ഉള്ളയാളാണ് അഹാന. പക്ഷെ ആ വിദ്യാഭ്യാസത്തിന്റെ ഗുണം കാണിക്കാതെ പോയി. ലൈംലൈറ്റിൽ നിന്നുള്ള താഴോട്ടുള്ള പോകുന്നുവെന്നും തോന്നൽ. ഇത് പറഞ്ഞാൽ റീച്ച് ഉണ്ടാകും, അതൊക്കെ ഒരു തോന്നലാണ്. ലൈംലൈറ്റിൽ നിൽക്കുന്നവർക്ക് സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ അതിനുവേണ്ടി കുടുംബത്തെ തന്നെ ഇട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല എന്നായിരുന്നു നാദിറയുടെ പ്രതികരണം. അതുപോലെ തന്നെ ഇതേ തുടർന്ന് വന്ന ഒരു വിഷയമായിരുന്നു ദിയുടെ മകൻ ഓമിയുടെ പിറന്നാൾ ആഘോഷം. ദിയുടെ കുടുംബം സർപ്രൈസായി ഒരു ബർത്ത്ഡേ പാർട്ടി ആദ്യത്തെ പേരക്കുട്ടിക്ക് വേണ്ടി നടത്തുകയായിരുന്നു. മാതാപിതാക്കളും സഹോദരിമാരും ദിയയും അശ്വിനും മാത്രമായിരുന്നു ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നത്. ഇപ്പോഴിതാ പുതിയ വ്ലോഗിൽ ബർത്ത്ഡേ പാർട്ടി ഗംഭീരമായി ആഘോഷിച്ചതിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ദിയ. എല്ലാവരെയും ക്ഷണിച്ചാൽ ആകെ ബഹളമാകുമെന്നും അതിന് തനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് വലിയ പാർട്ടി നടത്താതിരുന്നത് എന്നുമാണ് ദിയ കൃഷ്ണ പറയുന്നത്. വരുന്ന അതിഥികളെല്ലാം കുഞ്ഞിനെ എടുക്കുമെന്നതിനോട് തനിക്ക് യോജിപ്പില്ലെന്നും താല്പര്യമില്ലെന്നും ദിയ പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ നവംബറിലും മലേഷ്യയിൽ വന്നിരുന്നു. വ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് അത് അറിയാമായിരിക്കും. ഇത്തവണ മലേഷ്യക്ക് വന്നത് ഓമിക്കുട്ടിയുടെ ആദ്യത്തെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയായിരുന്നു. നാട്ടിൽ വെറുതെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് പൈസ മുടക്കി കുറെ ആളുകളെ ഫംഗ്ഷന് വിളിക്കുന്നു. അവർ അവസാനം കൊച്ചിനെ എടുത്തുകൊണ്ടു പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനൊരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ടെന്ന് കരുതി. കുഞ്ഞും ഇതൊന്നും ഓർത്തിരിക്കാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് വെറുതെ ഒരു അലമ്പ് വേണ്ടെന്ന് കരുതിയാണ് വലിയ പരിപാടി വേണ്ടെന്ന് തീരുമാനിച്ചത്. നമ്മളും പരിപാടി കഴിയുമ്പോൾ ക്ഷീണിതരാവും. എല്ലാ ഗസ്റ്റുകളും വന്നു പോയ ശേഷം മാത്രമേ പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് വീട്ടിൽ പോകാൻ കഴിയുകയുള്ളൂ. പൊതുവെ പാർട്ടികൾ അധികം ഹോസ്റ്റ് ചെയ്യുന്ന ആളല്ല ഞാൻ. ഏറ്റാൽ ചെയ്യും, അത്രമാത്രം.
അഞ്ജലിയുടെ ബ്രൈഡൽ ഷവർ ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. അത് ഞാൻ ഏറ്റ പരിപാടിയായിരുന്നു, അതുകൊണ്ട് തന്നെ ഹോസ്റ്റ് ചെയ്തതായിരുന്നു. എല്ലാവരും വന്നു കഴിഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്ത് പോയ ശേഷം മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റുകയുള്ളൂ. അത് ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോവും. അശ്വിനും വലിയ പരിപാടി വെക്കുന്നതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. പ്രൈവറ്റായി ഞങ്ങൾ 3 പേരും മാത്രം മതിയെന്നും ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ മതിയെന്നും അശ്വിനും താല്പര്യമുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞ് കുറച്ചുകൂടി വലുതായി അവന്റെ ഓർമ്മയിൽ ആഘോഷങ്ങൾ നിൽക്കുന്ന സമയത്ത് അതിന് അനുസരിച്ച് ആഘോഷമായി സെലിബ്രേറ്റ് ചെയ്താൽ മതിയെന്നും അതായിരുന്നു ഞങ്ങളുടെ തീരുമാനം. കേക്ക്, കളിപ്പാട്ടങ്ങൾ എന്നിവയൊക്കെ എങ്ങനെയായിരിക്കണമെന്ന് അവൻ പറഞ്ഞു തുടങ്ങുന്നത് അപ്പോഴാകുമല്ലോ. ആ സമയത്ത് എല്ലാവരും വിളിക്കുകയും ചെയ്യാമല്ലോ. അവർ കൊടുക്കുന്ന ഗിഫ്റ്റുകൾ വാങ്ങുവാനും അവന് അന്ന് താല്പര്യമുണ്ടാവും. ഇപ്പോൾ ഗിഫ്റ്റ് കിട്ടിയാലും ഓർത്തു വെക്കാനൊന്നും അവൻ പോകുന്നില്ല. കോംപ്ലിക്കേഷൻസ് ഒന്നും വേണ്ടല്ലോ എന്ന് കരുതിയാണ് വലിയ പാർട്ടി വെക്കാതിരുന്നത് എന്നാണ് ദിയ പറഞ്ഞത്. എന്നാൽ താരപുത്രിയുടെ വിശദീകരണത്തിന് വിമർശനങ്ങളാണ് ഏറെയും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അശ്വിന്റെ മാതാപിതാക്കളെയും ചേട്ടനെയും കുടുംബത്തെയും വന്നാൽ എന്ത് മാറ്റമാണ് ആ പരിപാടിയിൽ സംഭവിക്കുകയെന്നും അവരെ കൂടി ഉൾപ്പെടുത്തുകയായിരുന്നുവെങ്കിൽ ആ കുഞ്ഞിന് അനുഗ്രഹവും സന്തോഷവും കൂടുകയല്ലേ ചെയ്യുമായിരുന്നുള്ളൂ എന്നുമാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇതിൽ ദിയയുടെ സ്വാർത്ഥതയാണ് വ്യക്തമാകുന്നത്. തന്റെ കുടുംബത്തെ അല്ലാതെ മറ്റാരെയും ദിയ വിശ്വസിക്കുന്നില്ലാത്ത പോലെ തോന്നിയെന്നും ചിലർ കുറിക്കുന്നുണ്ട്. നിങ്ങൾ പിള്ളേരെ പിടുത്തക്കാരിയാണോ പിറന്നാൾ ആഘോഷത്തിന് ക്ഷണിക്കുന്നത്? അല്ല കൊച്ചിനെ കൊണ്ടുപോകുന്നത് തിരിച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാണ്. കഷ്ടമെന്നും ചിലർ ദിയയെ വിമർശിച്ച് ചോദിക്കുന്നുണ്ട്. ഇതുപോലെ തുടരെ വിവാദങ്ങളാണ് ഇൻഫ്ലുവൻസർ ദിയയുടെ ഇപ്പോഴത്തെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.